Guys, welcome to another vlog. Good morning. അപ്പോൾ നമ്മൾ ഇന്ന് ബെഡ്റൂമിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ചെറിയോന് നിഷാദ് നിഷാദേ ഇപ്പൊ ഗൈസ് നമ്മള് ഇന്നലത്തെ സ്റ്റേ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇവന്മാർക്ക് പാക്ക് ചെയ്തു, ചെക്കൗട്ടേക്ക് ഇറങ്ങുകയാണ്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. ബീച്ച് പോയി അങ്ങനെ കാണണ്ടാവും, സൂം ചെയ്യാൻ പറ്റുന്നില്ല, കയ്യിലൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ജഞ്ചീര ഫോർട്ട്. ഓക്കെ, നമ്മളെ ഇന്നലെ മുഴുവനായിട്ട് സഹായിച്ച വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. അതുപോലെ മറ്റൊരുത്തർ അദ്ദേഹം അവിടെ അകത്തുണ്ട്. ബൈ ബൈ ബൈ. നമ്മളെ നമ്മള് ബസാറിലോട്ട് ഓട്ടോ കയറാൻ പോവാണ്. അവിടെ എന്ത് ചോദിച്ചാലും ബസാർ ബസാർ എന്നാ പറയുന്നത്. ചെറുവനുണ്ട്, അർഷദുണ്ട്, മറ്റു ബന്ധുമിത്രാദികളൊക്കെ അവിടെ ഉണ്ട്. പോവാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? ആ സ്ഥലം കാണാൻ നമ്മൾ പോവാണ്. നമുക്ക് ഇന്നലെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ടിട്ടേ പോകുന്നുള്ളതുകൊണ്ട് ഉറപ്പുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റേ എടുത്തത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. എന്നാലും നമ്മൾ വെറും 6 മിനിറ്റ് 6-7 മിനിറ്റ് എന്ത് ചെയ്തു, നമ്മൾ ലേറ്റ് ആയതിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ജഞ്ചീര ഫോർട്ട് കാണാൻ പറ്റിയിട്ടില്ല. ലോകാത്ഭുതങ്ങളിൽ പെടുത്തേണ്ട ഒരു സംഭവമാണ് നമ്മൾ ജഞ്ചീര ഫോർട്ട്. പിന്നെ അത് കണ്ടിട്ട് 1/2 കിലോമീറ്റർ നടന്ന് നമ്മൾ ബസാറിലേക്ക് എത്തിയിട്ടുണ്ട്. ബസാറിൽ നമ്മൾ ഓട്ടോ വിളിച്ച് ജഞ്ചീര പോണ് ഗൈസ്. അതാണ് നമ്മുടെ സാധനം, ജഞ്ചീര ഫോർട്ട്. ചുറ്റുഭാഗം കടലാണ് ഗൈസ്. ഇന്നലെ മുതൽ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചോടി എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. വെള്ളക്കുപ്പി എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ മതി ഉണ്ട്. ഇവിടെ വെച്ചോളി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ സഹായിക്കണ വ്യക്തിയാണ്. आपका नाम क्या है भैया? ഉമേർ. ഉമേർ. ഭയ്യ നമ്പർ 7066. ഗൈസ് നല്ലൊരു അടിയായി നിൽക്കുകയാണ്. അങ്ങനെ ആകൂലുണ്ട്. നമ്മൾ ഒറ്റയും കൂടി ഉണ്ടാവും. നിസ്കാരം കിട്ടിക്കോളുന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കിങ്ങില് വരെ 25 അഭിപ്രായം. ആ കുട്ടിയുടെ ഒരാൾ ഇൻചാർജായി പോകാൻ പറയണം. എല്ലാവരും പറഞ്ഞേ അവിടെ സജഷൻ അല്ലേ? അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പോണം പറഞ്ഞ അവിടെ പോകണം. 5 മീൻകാരി ഉണ്ടാക്കും മുളകിനെ മറിച്ചാട് ഞാൻ പറയണത് അത്രേ ഉള്ളൂ സംഭവം. അത് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങാനൊക്കെ തീരുമാനിച്ച അതാണ് ഓണം തീരുമാനിച്ചല്ലേ. മുതലായത് അജാസ് ഫുള്ള് കുതിര, ഒട്ടകം, വണ്ടിയാള് എങ്ങനെ റെഡിയാവും? നമ്മള് 3 ആളൊപ്പിരിക്ക.
സലാമു. നമ്മള് ടിക്കറ്റ് എടുക്കാണ്. അർഷദിന്റെ സ്വപ്നം പോവാണ് ഞാൻ പോടുക. അജാസത അവിടെ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് പോലും തകർക്കാൻ പറ്റാത്ത ഒരു ഫോർട്ട് ആയിട്ടുള്ള ജഞ്ചീര ഫോർട്ടിലോട്ടാണ് നമ്മൾ പോണത്. നമ്മളെ കൂടെയുള്ള അർഷദ് പറഞ്ഞിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അതായത് മൊറോവർ ഒരു ഹിഡൻ പ്ലേസ്, മഹാരാഷ്ട്രയിലെ ഒരു ഹിഡൻ ആയിട്ടുള്ള പ്ലേസ് തന്നെ പറയാം. പക്ഷേ ആ ജഞ്ചീര ഫോർട്ടിക്ക് പോണതിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ആ ഫോർട്ട് കാണാമെന്നതിലുപരി ആ അങ്ങോട്ടേക്കുള്ള യാത്ര പൂർണ്ണമായിട്ട് എന്താണ്, കടലിലൂടെയുള്ള യാത്രയാണ്. കടലിലൂടെ നമ്മൾ പായ്ക്കപ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുനോക്കാം. കിട്ടി. അർഷായിന്റെ സന്തോഷാണ് ഗൈസ്, അർഷായിന്റെ സന്തോഷാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. 3 കൊല്ലത്തെ കാത്തിരിപ്പ്. പക്ഷെ അർഷദിന്റെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെൽറ്റിന്റെ കാത്തിരിപ്പാണ്. ബെൽറ്റിന്റെ കാത്തിരിപ്പ് പോവാണ്. നമ്മള് അങ്ങോട്ടാണ് പോകുന്നത്. ജഞ്ചീര ഫോർട്ട്, നമ്മുടെ ജഞ്ചീര പീരാന്തന്മാര് ഗൈസ്. അങ്ങനെ നമ്മള് പായ്ക്കപ്പലിൽ കയറാൻ വേണ്ടി പോവാണ്. ചെറിയനൊക്കെ ഒരുക്കത്തെ ഫോട്ടോ എടുക്കണ്ട ലൈനുള്ള മാതിരിയാ. ചെറിയനൊക്കെ പെണ്ണൊക്കെ ഉണ്ട് ഗൈസ്. ഏതാ ഇമ്രാണി എന്ന് പറഞ്ഞ ബോട്ടിലാണ് ഗൈസ് പോകുന്നത്. പായക്കപ്പലിലാണ് ഗൈസ് കൊടുക്ക് പോണത്. ജഞ്ചീര ഫോർട്ടിലോട്ട് പോണത് പായക്കപ്പലിൽ ഗൈസ്. അങ്ങനെ സാത്വാല എന്നുള്ള പേര് നമുക്ക് കിട്ടി. സാത്വാലന്റെ ആൾക്കാര് നമുക്ക് സ്പെഷ്യലായിട്ട് ബോട്ട് സ്പെഷ്യലായിട്ട് ബോട്ട്, പക്ഷെ നമ്മുടെ കള്ളം പത്രോസും സാത്വാലന്റെ ഫസ്റ്റ് മൂഞ്ചലോട് കഴിഞ്ഞു ഗൈസ്. കൂട്ടടി കുടുങ്ങി. സാത്വാല അപ്പുറത്ത് കിട്ടു, സാത്വാല തിരിച്ചിട്ടു. അങ്ങനെ ഗൈസ് പായക്കപ്പലിന്റെ പായ വിടർത്തിയിട്ടുണ്ട്. പഴയ കാലം നമ്മുടെ എന്താ പറയാ, കാറ്റിന്റെ നമ്മുടെ അറബികളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ, പണ്ടത്തെ എല്ലാവരും ഇന്ത്യയിലോട്ട് എങ്ങനെ എത്തിയത് ആ രീതിയിലാണ് നമ്മൾ എന്തേ പോണത്, ജഞ്ചീര ഫോർട്ടിലോട്ട് പോകാൻ പോണത്. കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയെ കരയിപ്പിച്ചാതെത്തി. കരഞ്ഞു, വീണ്ടും കരഞ്ഞു. മ്യാമന്മാരെ മനസ്സിലായോ മക്കൾക്ക്? दूसरा खासियत क्या है, किले में चारों तरफ खारा पानी और बीच में मीठा पानी। और तीसरा ചട്ടിപ്പറമ്പ് ചെറിയാണ്. അങ്ങനെ ആദ്യമായിട്ട് ചട്ടിപ്പറമ്പിൽ നിന്ന് ഒരാള് ജഞ്ചീര ഫോർട്ടിക്ക് എത്തി ഗൈസ്. ബീരങ്കി അങ്ങനെ ഗൈസ്. പാറക്കുളത്തുനിന്നും ചട്ടിപ്പറമ്പെന്നും നന്തോടം പഠിക്കുന്നു, നെല്ലിക്ക പറമ്പെന്നോ, പൊന്നാനിന്നോ, പാണ്ടിക്കാട് എന്നൊക്കെ ഇവിടെ ജഞ്ചീര ഫോർട്ടിക്ക് ആൾക്കാരെത്തി ഗൈസ്. ജഞ്ചീര ഫോർട്ട് എങ്ങനെ കടലിന്റെ നടുക്കുള്ള ജഞ്ചീര ഫോർട്ട്. നമ്മളിഞ്ഞ് ഇറങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഇറങ്ങണം. വൈക്ക് പോകട്ടോ അവിടെ വെറുതെ ഇറങ്ങുമ്പോ. സ്ലിപ്പിങ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓ നല്ല നല്ല കൊച്ചി എത്തി അറിയില്ലേ, നല്ല സ്മെല്ലുണ്ട് ഗൈസ്. വെള്ളം അങ്ങോട്ട് അടിക്കും. എന്തോണം പഠിക്കുന്ന അംജു ചാടല്ലേ, ലോങ് ജമ്പ് ആവും. സ്വപ്നം സാക്ഷാത്കാരം. കാലുകുത്താൻ പോകുന്നു അവൻ. കാലുകുത്തി ജഞ്ചീര ഫോർട്ടിൽ. ബക്കറ്റ് ലിസ്റ്റ്. ഇപ്പൊ ഗൈസ് നമ്മള് പായക്കപ്പൽ മുഖേനയാണ് ഇവിടെ ജഞ്ചീര ഫോർട്ടിൽ എത്തുക. പായക്കപ്പൽ മാത്രമല്ല, അവിടെ വേറെ ബോട്ടിങ് കാര്യങ്ങളും ഉണ്ട്.
ഏകദേശം ബോട്ടിന് 100 രൂപ പെർ ഹെഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് 25 റുപ്പീസും. ആകെ മൊത്തം 125 രൂപ ഒരാൾക്ക് കോസ്റ്റ് വരുന്നുണ്ട് ഇങ്ങോട്ട് എത്തിപ്പെടാൻ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ മുരുഡ് എന്ന സ്ഥലത്തുള്ള ജഞ്ചീര ഫോർട്ടിലാണ്. ഇത് 300 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇതുവരെ ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് പോലും അന്ന് ഇത് തകർക്കാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ അഹമ്മദ് നഗറിലെ സുൽത്താനാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഇപ്പോൾ ഇത് അധികം ആർക്കും അറിയാതെ നമ്മൾ കേരളത്തിൽ പോലും അധികം അറിയാത്തൊരു സ്ഥലമാണിത്. ഇപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ആ കാണുന്നത് ഒരു പള്ളിയാണ്. ആ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് അണ്ടർ പാസ് ആയിട്ട് ഈ കടലിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഈ ഫോർട്ടിലേക്ക് പ്രവേശിക്കാം. അതുപോലത്തെ 3 അണ്ടർ പാസ് ഉണ്ട് എന്നാണ് ഇവിടെ എന്താണ് പരാമർശിക്കുന്നത്. ഓക്കെ, ജഞ്ചീര ഫോർട്ടിന് ഡ്രോൺ ഷോട്ട് ഇവിടെ ഉണ്ട്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? 300 വർഷം മുന്നേ ഇമാതിരി ആർക്കിട്ടൊക്കെ, അതാണ് ഓരോ കോട്ട കാണുമ്പോഴും നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ദർഗയുണ്ട്. ഇതിൻ്റെ പേര് മറന്നു. ദർഗയുണ്ട് ഇവിടെ അകത്ത്. അസ്സലാമു അലൈക്കും. ഇതിലാണ് പോകണമെന്നാണ്. എക്സിറ്റ് കോംപ്ലിമെൻ്ററി ഉണ്ടോ ചോക്കടാ. അംജുവിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അംജു ഫോർട്ടിൻ്റെതല്ല, നമ്മളെ വരുന്ന വരവ് പായ്ക്കപ്പല് സ്വയം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം 90s തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ അന്ന് യുദ്ധം നടന്ന കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് എന്ത് ചെയ്തു കിട്ടണേ. അതെ, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല. എന്തോടെ പഠിക്കുന്നിട്ടൊരു കാര്യമില്ല. ജഞ്ചീര നമ്മുടെ പണ്ട് കാലത്തെ ബീരങ്കി, യഥാർത്ഥ ബീരങ്കി ഇവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ നിസ്കരിക്കാൻ പറ്റിയ പള്ളിയും അതുപോലെ തന്നെ കുളമൊക്കെ ഉണ്ട്. അപ്പം അത് പറഞ്ഞോ, ബ്രിട്ടീഷുകാർക്ക് പോലും തകർക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇമ്മാതിരി സാധനങ്ങളാണ് ഇതിന് വില കൊടുത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നിൽക്കാനാണ് കത്തിച്ചാ വിടുക അവിടുന്ന് ആരെങ്കിലും കണ്ടാല്. ആ ഇമ്മാതിരി സാധനം ഒരു ലോകം. ഗൈസ്, കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു കോട്ട. നമ്മൾ ഒരുപാട് കോട്ടകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഹൈദരാബാദിലും അതേപോലെ മിർജാം ഫോർട്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് കോട്ടകൾ നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കോട്ടകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു എന്താ പറയുക, കാലത്ത് നമ്മുടെ ആളുകളുടെ തോട്ട് പോണ അതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അന്നത്തെ കാലത്ത് ഇവരിത് നിർമ്മിച്ചു. ആരും ഇന്നത്തെ ആർക്കിടെക്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തല്ല, നമ്മളെ പഴമക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഉള്ള നമ്മളൊക്കെ വെറും സീറോകളാണ്. അവരെ ചിന്താഗതി, അവരിത് ഈ കല്ലുകളൊക്കെ ഇവരിങ്ങോട്ട് എത്തിച്ചല്ലോ. ഇങ്ങോട്ട് എത്തിച്ച് മേലേക്ക് എത്ര നിലയാണ് നോക്കി, എത്ര നില നോക്കി നോക്കിയാൽ അതിൻ്റെ അടിയിലോട്ട് നിലകളുണ്ട്. ഇതിൻ്റെ ഈ കോട്ടയുടെ അടിയിൽ എന്തുണ്ട്, നിലകളുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇപ്പം എന്തില്ല, ഇല്ല. കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നശിച്ചു പോയിട്ടുണ്ട്. ഇത് അപ്കമിങ് അതായത് വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ സാധ്യതയുള്ള. എന്നാലും ഞാൻ പറയുമ്പോൾ നമ്മളെ മനുഷ്യന്മാർ നല്ലപോലെ ഇങ്ങോട്ട് എത്തിപ്പെടാത്ത സ്ഥലമായതുകൊണ്ടാണ് തോന്നുന്നത്. ബാക്കിയുള്ള കോട്ടകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതധികം എന്ത് ചെയ്തിട്ടില്ല, പൊളിഞ്ഞു പോയിട്ടില്ല. പറഞ്ഞോ, നമ്മൾ ട്രിപ്പിൻ്റെ ലക്ഷ്യം തന്നെ അധികം മലയാളീസ് പോവാത്ത ടൂറിസ്റ്റ് പ്ലേസുകൾ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ സ്പോട്ട് തന്നെ നമ്മൾ അധികം മലയാളികൾക്കൊന്നും അറിയാത്തൊരു സ്ഥലമാണ് ജഞ്ചീര ഫോർട്ട് എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ എന്തോ വെച്ചാൽ ഇത് നമ്മൾ മലയാളീസിന് വിരളായിട്ട് കുറച്ച് ആൾക്കാർക്ക്, ഇപ്പം ഞാൻ തന്നെ അറിയണത് സന്തോഷ് ജോർജ് കുളങ്ങേൻ്റെ 6 വർഷത്തെ മുന്നുള്ള വ്ളോഗിലാണ്. അപ്പോൾ മൂപ്പര് ഇതറിഞ്ഞത് എങ്ങനെയാണ് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അറിഞ്ഞെത്തിയതാണ്. ഇനിയും ഒരുപാട് മലയാളീസ് ഇങ്ങോട്ട് എത്തട്ടെ, കാരണം അത്രയും അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഈ ബേക്കൽ ഫോർട്ട് കണ്ട് നടക്കണില്ല അത്ര കാണാൻ. പക്ഷെ ഇങ്ങോട്ടുള്ള യാത്രയും ഇവിടുത്തെ ആൾക്കാരും ഇതുണ്ടാക്കി കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, അത് ഉറപ്പാണ്. ഇവിടേക്കാണ് എത്തിപ്പെടുക.
ഇവിടേക്ക് നമുക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് പോരുകയാണെന്നുണ്ടെങ്കിൽ റോഹ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ബസ് കിട്ടും മുരുടേക്ക്. ആ മുരുട് ബസ് നമുക്ക് നേരെ ഈ ജഞ്ചീര ഫോർട്ടിൻ്റെ രാജാപുര എന്ന ടൗണിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഇറങ്ങാം. അവിടുന്ന് നമുക്ക് ഇവിടേക്ക് ഒരു കിലോമീറ്റർ നടക്കുക, അല്ലെങ്കിൽ ഓട്ടോ കിട്ടും, ഓട്ടോയിൽ പോരാ. പിന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജഞ്ചീര ഫോർട്ട് ഇതൊരു കടലിൻ്റെ ഒരു നടുവിലാണ്. അപ്പോൾ ഇങ്ങോട്ട് ബോട്ടുണ്ട്. ബോട്ടിന് ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. പിന്നെ റഫിയ, ഇതൊന്നല്ല ഈ കോട്ടയുടെ പ്രത്യേകത. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് കടലിൻ്റെ നടുക്കാണ്, ഇങ്ങനെയുള്ള പായക്കപ്പൽ. പക്ഷേ ഇവിടുന്ന് ഈ വിൻഡോന്നൊരു വ്യൂ ഉണ്ട്. അപ്പുറത്ത് വേറെ പത്മദുർഗ എന്നൊരു ഫോർട്ട് ഉണ്ട് മഹാരാഷ്ട്രയിലെ. അതെ, അത് അടിപൊളിയാണ്. മഹാരാഷ്ട്ര അത്ഭുത നാടാണ്. ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ഒരു നിർമ്മിതി. ഇതല്ല, മൂപ്പരിലുള്ള എല്ലാ മണ്ടയിലും ഫോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പുറമെ വേറെ അവിടെ ഒരു തീ കത്തുണ്ട്. പിന്നുള്ള ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇങ്ങോട്ടുള്ള യാത്ര, ഇവിടെയുള്ള മനുഷ്യന്മാർ എങ്ങനെ അടിപൊളി അല്ലേ. അതെ, നമ്മൾ മഹാരാഷ്ട്ര എന്ന് കരുതും. മലയാളി, നമ്മൾ ഹിന്ദി തപ്പി പിടിച്ചപ്പോൾ അവിടുത്തെ ഒരാൾ നമുക്കൊരു മലയാളി ആളെ നമ്പർ തന്നു, ഒരു ഡോക്ടർ സാറ്. പിന്നെ ഞങ്ങൾ കണക്ഷനായി, മൂപ്പർ നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് മനുഷ്യന്മാർ, ക്വാളിറ്റിയാണ് അല്ലേ. എങ്ങനെയും മനുഷ്യന്മാർ നമ്മൾ കരുതും നോർത്ത് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഓരോ ബിഹേവിയറൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവരും ഒരുപോലെ അല്ല, മോശപ്പെട്ടവരുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും മോശപ്പെട്ടവരെന്ന് പറയാനും പാടില്ല, നല്ലവരുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫോർട്ടിലെ ഏറ്റവും ടോപ്പായൊരു സ്ഥലമാണ്, അട്രാക്ഷൻസ് തന്നെ പറയാം. ഒരു പോണ്ടാണ് ഇവിടെ. പണ്ട് എന്താ വെച്ചാൽ ഇവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുസ്ലിം രാജാവ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ പള്ളി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കൽ നിസ്കരിക്കാനും കാര്യങ്ങൾക്കുള്ള ഒരു സൗകര്യം. ഇതൊരു സംഭവം പറഞ്ഞാൽ ഇതൊരു മിനി വേൾഡ് എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരിന് ഇതിനെ ഉപമിച്ചിരിക്കണേ, മിനി വേൾഡ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരു ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം 300 വർഷങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനും കഴിയാത്തൊരു സംഭവമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വരുന്നതിൻ്റെ 100 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ സംഭവം ഇവിടെ പണിതിരിക്കുന്നത്. കടലിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യണമെങ്കിൽ കൂടെ ഇത് ഉപ്പില്ലാത്ത വെള്ളം എന്ന് അറിയപ്പെടുന്നത്. അതായത് ഉപ്പുള്ള വെള്ളത്തിന്റെ നടുവിൽ ഉപ്പില്ലാത്ത വെള്ളം. ഫോർട്ടിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഈ ചില ഗൈഡുമാരുണ്ട്, നേരായ വഴിക്ക് കൊണ്ടുപോകില്ല, ഇങ്ങനെ ഇല്ലാത്ത വഴി ഉണ്ടാക്കി കണ്ട് കൊണ്ടുപോകും. നമ്മളങ്ങനെയല്ല വരുന്നത്. അതെ, പക്ഷെ ഇത് ഛത്രപതി ശിവാജി മഹാരാജിന്റെ അല്ല. നല്ല കാറ്റടിക്കണ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും, മൈക്കിൽ കാറ്റടിക്കുന്നുണ്ടാവും. അവിടെ നമ്മുടെ ബോസ് ഉണ്ട് ഗൈസ്. ഈ സീന് അതാണ് എനിക്കറിയില്ല സംഭവം. എന്തോ ഒരു ഇവിടെ വലിയ എന്തോ സംഭവം അവിടെ നടക്കുന്നത്. എനിക്കെന്താന്നോ, ഇത് ഞാൻ ഒരു അത്ഭുതത്തൊക്കെ ചെന്ന മാതിരിയാണ്. ഞാൻ നാട്ടിലുള്ളവരോടൊക്കെ പറയുന്നുണ്ട്, വരിക ഒന്ന് ആസ്വദിക്കുക, അവിടെ നിൽക്കരുത്. പിന്നെ വ്യൂ നോക്കി, ചുറ്റും ബീച്ചുകൾ, പായ്ക്കപ്പല്, ചുറ്റും ജാസ് ഒന്നും അങ്ങനെ സംസാരിക്കല് പോലുമില്ല. ജാസിന് വരെ വാക്കുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ബ്രിട്ടീഷുകാർ തോറ്റുപോയി നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. രാജഗിരിയും ഒരു മുരുട് എന്ന മനോഹരമായ ഗ്രാമം. അതിൽ ഇത് അടികൂടെ ഒരു അണ്ടർപാസ് ആണുള്ളത് കടലിലോട്ട്. നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു. പക്ഷേ ഈ സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണത് ഗവൺമെൻറ് ഒരു ഇതും നോക്കണില്ല. ഇതിമേ ഒക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ വന്ന് ഇവിടെ മൂത്രയിക്കണ്, തുപ്പണ്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു വൃത്തി, ഒരു അടിപൊളി. ഇപ്പോൾ ഇത് വേറെ വല്ല വിദേശ രാജ്യത്താണ് ഇതൊരു ലോകാത്ഭുതം പോലെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക. നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടാണാവോ നമ്മളിത് മൈൻഡ് ആക്കണില്ല. പ്രോപ്പർ മെയിൻ്റെനൻസ് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഇവിടെ ഉള്ള പള്ളികളാണെങ്കിലും ഒക്കെ പൊളിഞ്ഞ് അങ്ങെത്തിക്കാണ്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് കണ്ടു പോവാൻ മാത്രമല്ല, ഇനി നമ്മളിത് കുറേ ആൾക്കാരെ കാണിക്കണം എന്നുള്ള ആഗ്രഹം ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്
ഇങ്ങനത്തെ ഇന്ത്യയിൽ ഫേമസ് ആവാത്ത കുറേ സ്ഥലങ്ങളുണ്ട്, ആൾക്കാർ അറിയാൻ താല്പര്യമുണ്ട്, പക്ഷേ വേറെ സിറ്റുവേഷൻസ് അല്ല അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത കുറേ സ്ഥലങ്ങൾ. അപ്പം നമ്മളിത് കുറച്ച് ആൾക്കാരെ കണ്ടാണ് നമ്മൾ ഇൻഷാ അല്ലാ കാണട്ടെ. ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്, കാണട്ടെ. അവിടെ നമ്മുടെ മിനി ഹവാമഹൽ കാണുന്നുണ്ട് ഗൈസ്. ഔറംഗാബാദ്. അപ്പോൾ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തിരിക്കുകയാണ്. റിഷാദ് നേരത്തെ പറഞ്ഞ സാധനം ഞാൻ ഈ വീഡിയോൻ്റെ അപ്പുറത്തേക്ക് ഇടാം. കുട്ടികളൊക്കെ പേടിച്ച് പോകുന്ന ബച്ചേ ചോട്ടെ ബച്ചേ ഗൈസ്. നമ്മൾ കയറിയപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. വെള്ളം കൂടിയിട്ടുണ്ട്. നേരത്തെ വന്നപ്പോൾ ഇതിലൊക്കെ നടക്കാൻ പറ്റിയിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ മെയിൻ അഡ്വഞ്ചറായിട്ട് കാണാനുള്ളത്. ഇനി കൂടുതൽ അഡ്വഞ്ചർ കാട്ടിക്കഴിഞ്ഞാൽ ഈ വ്ളോഗ് കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണേ, ഓഫാക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ജഞ്ചീര കഴിഞ്ഞ് കപ്പലിൽ ഇറങ്ങി ഗൈസ്. സ്റ്റാർട്ട് ഗൈസ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, റമദാൻ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച. മഹാരാഷ്ട്രയിലെ റമദാൻ മാസം. നമ്മൾ ആ പള്ളിക്കലാണ് ഇന്നത്തെ ജുമ നിസ്കരിക്കുന്നത്. അജാസിന് പ്രത്യേകത ഉണ്ട് ഗൈസ്. അജാസ് ക്യാമറ വരുമ്പോ അജാസ് ആറ്റിറ്റ്യൂഡ് ഇടും. ഭയങ്കര വെറുതെ ഷോടാ, ടോപ്പാവുക. അവിടെ കപ്പൽ നിർമ്മിക്കുന്നുണ്ട് ഗൈസ്, ബോട്ട് നിർമ്മിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അറിയോ തൊപ്പിയുടെ ഫോൺ ഇവിടെ അലോഡ് ആവൂല ഗൈസ്. അഡ്വഞ്ചറായി ട്രിപ്പ്. ഇവന്റെ ബാഗ് കാറ്റത്ത് പാറിപ്പോയി. ഇതിപ്പോ എന്താ ഉണ്ടായത് അർച്ചതേ? ഞങ്ങളെല്ലാരും ഇവിടെ ഊരി വെച്ചു, ഓളിതിന്റെ മുകളിൽ വെച്ചു, കാറ്റടിച്ചു പോയി. അപ്പൊ അതിലെത്തില്ലല്ലോ. ഇതാ കുറച്ച് ലഗേജ് ആയി കിട്ടളാ, ചെമ്പട്ടി കൈ കിട്ടളാ. ചെറുവന് കുറച്ചോടി, അതാ പ്രശ്നം. ചെറുവനെ ഇറങ്ങാനുള്ള പ്ലാനിലാണ്. ഏയിലാണ്ട് ഇറങ്ങണ ചെറുവനെ. നോക്ക് ചെറുണ്ടോ, വെറുതെ നോളാലിട്ടോ. അത് മുള്ളാണ്. ഇറങ്ങിക്കോളാം. നോക്കട്ടോ, മുള്ളാണെങ്കിലും പിടിച്ചോണ്ടി, പിടുത്തം വിടരുത്. കൈ പിടിച്ചോ, കൈ പിടിച്ചോ, കൈ പിടിച്ചോ. ഈ കൈ ഞാൻ കണ്ടല്ലായിരുന്നു. വിടല്ലോ വിടല്ല, വിഴിഞ്ഞു വിട്ടാ എല്ലാം വിട്ടാ. മുണ്ടല്ലേ മുണ്ടല്ലേ. ആ വടി ഇട്ടോ, ഒരു മുളവടി എത്തിയാലും എടുത്തോളി. പിടുത്തം കൊടുക്കാൻ വടി വേണ്ടി അവിടെ പിടുത്തം ഉണ്ടാവില്ല. അങ്ങനെ നമ്മള് ബസ് വന്ന് ഗൈസ് പോവാം. അങ്ങനെ മുരുടിനോട് വിടാം ഗൈസ്. അങ്ങനെ ഒരു ആളില്ലാത്ത ട്രെയിനിൽ നമ്മൾ പൻവേൽ പോവാണ്. നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ ട്രെയിൻ അല്ലേ. ഒരു ബോഗിയിലും ആളില്ല, ഒരു ബോഗിയിലും ഒരു സീറ്റിലും കിട്ടോ. വണ്ടി ട്രെയിനിൽ ടോട്ടല് 15 ആളെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ബ്ലൂ സൈഡ് ട്രെയിൻ, റോഹേന്ന് പൻവേലിക്കുള്ള ട്രെയിൻ. എന്താ അവന്റെ കേസ്. അപ്പോ ഇന്ന് ഡിന്നറിനുള്ള പ്രിപ്പറേഷനിലാണ്. എന്താണ് ഡിന്നർ? ശർക്കര ആയോ? എടാ ഔലയിക്കണം, ഔലയിക്കണം. വാ വാ വാ. അജോ, അജോടെ എന്റെ റീലെടുക്ക അല്ല നിങ്ങള് അവിടെ നിൽക്കും. ഇതെത്തപ്പം നമ്മുടെ വീട്ടില് കല്യാണ അന്യനെ പോലെ വന്ന് കഴിക്കണേ. നമ്മുടെ വീട്ടില് കല്യാണം
ഞാൻ ഈ ട്രെയിനിനെ ആലോചിച്ചാ നമ്മളെ നിൽക്കണ മുന്നിൽ വന്നാ നിർത്തിയാലോ? അതെ നമ്മൾ ഉള്ളിലേക്ക് ഒരു ട്രെയിൻ നമ്മൾ മിസ്സായി, നമുക്ക് പഠിച്ചോ കൊടുത്ത് തന്ന ട്രെയിൻ കിട്ടി. അതും ജനറലും ഇല്ല, പക്ഷെ ഫുള്ള് കാല് ആരുമില്ല. നമുക്ക് മടി കൊടുക്കാം. നമ്മള് മാത്രം. ആരാ മറ്റേ driver? കോച്ചിൽ അച്ഛനെ നോക്കാം. ഞാൻ നിഷാദ് പോയപ്പോ ഞങ്ങൾ രണ്ടാളും മാത്രം കോച്ചില്. സ്റ്റോപ്പ് പോലുമില്ല. വേറൊരു മനുഷ്യരില്ല. അത് റോയിൽ സ്റ്റോപ്പും ആരും നിർത്താതെ സ്റ്റോപ്പ്. ഗൈസ് ഒരു ട്രെയിനിന് വേണ്ടി നമ്മൾ ഓടി നോക്കി, പക്ഷെ ട്രെയിന് 1 മിനിറ്റ് ലാഗോണ്ട് ട്രെയിൻ നിർത്താതെ പോയി. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുമ്പോഴാണ് 2 മണിക്കൂർ ഓൾറെഡി ലേറ്റ് ആയിട്ടുള്ള ഈ ട്രെയിന് അവിടെ വന്ന് നിൽക്കുന്നത്. അതിലാണെങ്കിൽ ആളെ മനസ്സിലല്ലേ സ്പെഷ്യൽ ട്രെയിന്. ഇതില് അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തു. അഥവാ ടിക്കറ്റ് അങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ച മതി. ജനറൽ അല്ല, നമ്മള് കൗണ്ടർ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ ടിക്കറ്റ്. സ്ലീപ്പറോ? കൗണ്ടർ ടിക്കറ്റ് എടുത്ത് നോ പ്രോബ്ലം. ജനറൽ ടിക്കറ്റ് എടുത്ത് അഴുക്ക ചെറുക്കൻ തന്തയേക്കാൾ ഈ പഹനാണ് എന്നോട് പറഞ്ഞത് കൗണ്ടർ ടിക്കറ്റ് എടുത്തു. കൗണ്ടർ ടിക്കറ്റ് എന്താ? കൗണ്ടർ ടിക്കറ്റ് എങ്ങനെ കൗണ്ടർ ടിക്കറ്റ് ജനറലാണ് മണങ്ങ. കൗണ്ടർ ടിക്കറ്റ് സ്ലീപ്പർ എടുക്കലാ. സ്ലീപ്പർ എടുക്കാം. ടിക്കറ്റ് എടുക്കലില്ല ഇവര് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കണത്. ബട്ട് ഭാരത് മാതാ കീ ജയ്. എടാ നമ്മുടെ വീട്ടില് കല്യാണം തുടങ്ങി. ഗൈസ് രക്തത്തിന്റെ മണമുള്ള ബോംബെ. എങ്ങനെ ബേത്തി ഗൈസ്. പൻവേലത്താണ് കൈ. പൻവേലിന്റെ പ്രത്യേകത എന്താ വെച്ചാ പൻവേലാണ്. നമ്മളെ ഇറങ്ങിയ ട്രെയിനിക്ക് കയറുന്ന ആൾക്കാരെ നോക്കിക്കോളിച്ചു നിങ്ങള്. ആ ട്രെയിനിൽ നമ്മൾ ഇറങ്ങോളം ഒറ്റ മനുഷ്യനില്ല. നമ്മളാണ് ഇറങ്ങിയതായ കൂടെ അതൊരു ജനറൽ ട്രെയിൻ തന്നെ ആയി മാറി ഗൈസ്. നമ്മൾ പൻവേൽ നിന്ന് താണേക്ക് പോവാണ്. നമുക്ക് സീറ്റ് കിട്ടിയേക്കണേ. ഇതിൽ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ചെറിയോൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. പൈസ മാറ്റിട്ടേ സങ്കടാണ്. എന്തൊക്കെ ആയിരിക്കണോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കല്ലേ. ഇന്നത്തെ സീനറി ഉണ്ടാവും. ആദ്യത്തെ അവസ്ഥ അറിയില്ലല്ലോ, കുറച്ചുകൂടി ഇല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ അവസാനിക്കും. ഗൈസ് ട്രെയിന് കിട്ടാൻ വേണ്ടി ഓടി ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ചെറിയോനക്ക. ഒരു 1.5 ഓട്ടം തന്നെ ചെയ്തു. 200 മീറ്റർ ഫസ്റ്റ്. ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങി സെക്കൻഡ്, രണ്ടാമത്തെ ട്രെയിനിൽ കയറാൻ 2 മിനിറ്റ് സമയം. അത് മറ്റേ ബ്രിഡ്ജിന്റെ മേലെ കൂടി കയറി ഇറങ്ങി. 10ാമത്തെ പ്ലാറ്റ്ഫോമിൽ 5ാമത്തെ ഒരു ഓടി ഓട്ടം ഗൈസ്. നല്ല തിരക്ക് നോക്കി സ്ലീപ്പറിനെ കയറിയത്. ടിക്കറ്റ് ഒന്നും ഇല്ല, എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. നമ്പർ 5 ട്രെയിൻ നമ്പർ 5.